ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരുപാട് ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. അവളുടെ പേര് അനു എന്നാണ്. ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ കുറച്ച് നമുക്കൊരു ഐറ്റം വരും. ഇന്ന് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കണം എങ്ങനെയെന്ന് പരിചയപ്പെടാം. അത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഓർഗാനിക് ക്ലോത്ത് വേണം, അതുപോലെ തന്നെ നമുക്ക് ബൈൻഡിങ് വയർ വേണം, ഗോൾഡൻ കളറുടെ യൂസ് ചെയ്യണേ, അതുപോലെ തന്നെ ത്രെഡ് വേണം, പിന്നെ സിസർ വേണം നമുക്ക്, അതുപോലെ തന്നെ ഗ്രീൻ ഗ്ലൂ ടേപ്പ്, പിന്നെ നമുക്ക് ഗ്ലൂ വേണം, നോർമൽ ഗ്ലൂ. ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കണേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ഫ്ലവർ, റോസ് ഫ്ലവർ എത്ര വലുപ്പമാണ് അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ട്, കോണോട് കോൺ ചേർത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് എത്ര ലീഫ് വേണോ, എത്ര എതളുകൾ വേണോ അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം 6 എണ്ണമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കണേ. രണ്ട് സൈഡ് ഉള്ളിലേക്ക് മടക്കുക ഇതേപോലെ, എന്നിട്ട് ഇത് നേരെ ഹാഫായിട്ട് മടക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി നമുക്ക് റോസ് ആണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് മടക്കി കൊടുക്കുക. ഇപ്പോൾ റോഡ് സൈഡിൽ ആ വീടുള്ളത് കൊണ്ട് എപ്പോഴും വണ്ടിയുടെയൊക്കെ ശബ്ദം നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ നമ്മൾ എടുത്തിട്ട് രണ്ട് സൈഡിലും ഉള്ളിലേക്ക് ഒരുപോലെ മടക്കിയെടുക്കുക. പിന്നെ മോൾ ഭാഗത്തുനിന്നും താഴ്ഭാഗത്തുനിന്നും ഈ രീതിയിൽ ഒരുമിച്ച് മടക്കുക. അതിനുശേഷം താഴ്ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ മുകളിലത്തെ രണ്ട് വശവും ജസ്റ്റ് ഒന്ന് പുറകിലോട്ടൊന്ന് വളച്ചു കൊടുക്കുക, ഒരു റോസപ്പൂവിൻ്റെ ഇതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മളിവിടെ 6 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2-3 ചെറുതും 3 വലുതും ആ രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, ഇതളുകളും കൂട്ടിയെടുക്കാം. പിന്നെ നമ്മൾ ഇത് ഗോൾഡൻ കളറുള്ള വയർ എടുത്തിരിക്കുന്നത്. ഇതും നമുക്ക്, അതായത് ഈ തണ്ടിൻ്റെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തണ്ടിൻ്റെ നീളം അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ്. അത് ഓൾറെഡി പശയുള്ള ടൈപ്പാണ്, അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ തണ്ടും റെഡി ആയിട്ടുണ്ട്. തണ്ട് നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മോൾ ഭാഗം ഒന്നത് വളച്ചു കൊടുക്കുക. റാ പോലെ വളച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മോൾ ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം തുണി ഇതുപോലത്തെ എടുക്കുക. അതിന് ശേഷം അതിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ റാ പോലെ വളച്ചു വെച്ചതിൻ്റെ ഭാഗത്ത് ഒരു മൊട്ട് പോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ മുല്ലപ്പൂവൊക്കെ കെട്ടത്തില്ലേ, അതുപോലെ ഒന്ന് ഒരു കുടുക്കിയിട്ടൊരു കെട്ട് അവിടെ കെട്ടിയിട്ട് അതവിടെ ഉറപ്പിച്ചിട്ട് ബാക്കി വരുന്ന നൂല് നമ്മൾ ഒരു സിസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. വളരെ സിമ്പിളാണ്. ജസ്റ്റ് അതിൻ്റെ മോൾ ഭാഗത്ത് ഇതുപോലെ ചുറ്റി, താഴ്ഭാഗത്ത് ഇതുപോലെ ചുറ്റി നമ്മൾ കുടുക്കിയിട്ട് ഇനി അത് ബാക്കി വന്നിരിക്കുന്ന നൂല് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ഓരോ ഇതളുകൾ എടുത്തിട്ട് ഓരോന്നായിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കണം. അങ്ങനെ ഓരോ ഇതളുകളും ഒന്നിന് മീതെ ഒന്നെന്നുള്ള രീതിയിൽ ജസ്റ്റ് റോസാപ്പൂക്കൾ അടുക്കിയിരിക്കുന്ന പോലെ നമ്മൾ ഓരോന്ന് ചുറ്റിയിട്ട് മുല്ലപ്പൂ കെട്ടുന്ന പോലെ കുരുക്കിട്ട് നമ്മൾ കെട്ടി ഉറപ്പിക്കുക. പോവാത്ത രീതിയിൽ ഉറപ്പിച്ച് വെച്ചാൽ മതി. വളരെ സിമ്പിളാണ്. ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റാണ്. മാത്രമല്ല ഇത് വീട്ടിലൊക്കെ വെക്കുമ്പോൾ അത് നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു ഷോക്കേസ് പീസൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്കിത് പുറത്താണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭംഗിയാകും. അത് മാത്രമല്ല കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. നമ്മൾ ക്യാഷ് കൊടുത്തൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്, അവർക്കും ഒരു സന്തോഷമാണ് ഇത് കിട്ടുമ്പോൾ. പിന്നെ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എന്തായാലും ചെയ്ത് നോക്കുക. ഇതുപോലെ അടുക്കി നമ്മൾ ഓരോന്ന് ചുറ്റി കുടുക്കിട്ട് കെട്ടിയിട്ട് നമ്മൾ റോസാപ്പൂ ഇതിൽ തയ്യാറാക്കുക. നമ്മളിത് എത്ര സൈസ്, നമുക്ക് വലിയ സൈസാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തുണി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതളുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ പച്ച കളറുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് നമുക്കിതിൻ്റെ ഇലയുടെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമുക്കിതിൽ ടേപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ നമ്മളുടെ റോസാപ്പൂ ഇതിൽ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അനുവിന് ക്രാഫ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്. അനുവിന് ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്വയം ചെയ്ത് നോക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് അവൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 10-12 പൂക്കൾ നമ്മൾ ഉണ്ടാക്കുക.
ഇത് ഐസ്ക്രീം സ്റ്റിക്കാണ്. നമുക്കിത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അധികം വിലയൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ബണ്ടിലിന് ജസ്റ്റ് 15 റുപ്പീസ് ഉള്ളൂ, 15 രൂപ ഉള്ളൂ ഇതിന്. ഇനി നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്കുകളെല്ലാം അടുപ്പിച്ച് ഇങ്ങനെ നിരത്തി വയ്ക്കാം. ഒരേപോലുള്ള ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ അതിൻ്റെ എത്ര വീതിയിൽ, ഇപ്പോൾ നമ്മൾ 10 എടുത്തിട്ടിങ്ങനെ 10 വീതിയിൽ ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ 9 യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നീളം കൂട്ടി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ എൻ്റെ വീതിക്ക് അനുസരിച്ച് നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിൽ നിറയെ ഗം തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളിത് അടുപ്പിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ഈ രീതിയിൽ നമ്മൾ ഉണക്കിയെടുക്കുക. നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടും. ഇനിയിപ്പം ജസ്റ്റ് നമ്മളതിൻ്റെ പുറത്ത് ആ കടലാസിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും നന്നായിട്ട് പശ തേച്ചതിന് ശേഷം ഒരു 2 സ്റ്റിക്ക് കൂടെ ഇതുപോലെ ഈ രീതിയിൽ ഒട്ടിച്ച് വയ്ക്കുക. നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്കത് ഈ ഒരു രൂപത്തിൽ കിട്ടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഫ്ലവേഴ്സ് ഇറക്കി വയ്ക്കേണ്ട ഒരു ബോക്സ് ടൈപ്പ് ഈ രീതിയിലുള്ള ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കുക ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഹാഫായിട്ട് ആദ്യം മുറിച്ചെടുക്കുക. അതിനുശേഷം ഈ രീതിയിൽ നമ്മൾ ഒരു ബോക്സ് പോലെ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കണം. കുറച്ച് നേരം നന്നായിട്ട് ഉണക്കാൻ വെച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കും. ഒരു ബോക്സ് പോലെ തന്നെ 4 വശവും നമ്മൾ നന്നായിട്ട് ഗം തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ താഴ്വശം നമ്മളിത് മൂടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം അതിൻ്റെ വീതിയിൽ മുറിച്ചെടുത്തതിന് ശേഷം താഴെയും വെച്ച് അത് ക്ലോസ് ചെയ്യുക. എന്നിട്ടൊരു ബോക്സ് രൂപത്തിലാക്കി നമ്മൾ എടുക്കുക. അപ്പോൾ 4 വശവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കണം. നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ ഈ രൂപത്തിലുണ്ടാവും. അതിന് ശേഷം ഒരു ഹാർട്ട് രൂപത്തിലുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മോൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ 2 പീസായിട്ട് എടുത്തിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും. ഇതിൽ നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് പെയിൻറ്റിന് യൂസ് ചെയ്യുന്ന ഓറഞ്ച് കളറോ റെഡ് കളറോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ റെഡാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ഹാർട്ട് ഷേപ്പിൽ കളർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ബോക്സിൽ അത് ഗം വെച്ചിട്ട് ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. നന്നായിട്ടിത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ വോളിൽ ഡെക്കർ ചെയ്യാനുള്ള രൂപത്തിലായിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സിനകത്തേക്ക് നമുക്ക് ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം, അതായത് വലുതും ചെറുതായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഏറ്റവും മുകൾ ഭാഗത്ത് കൂടുതലും താഴ്ഭാഗത്ത് ചെറുതുമായ രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ചെറിയ ബോക്സിലേക്ക് നമ്മളിത് ഇറക്കി വയ്ക്കണം. അപ്പം നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്കിത് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് വോളിൽ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായും ചിരിക്കണു. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും അതിനുശേഷം അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.